പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. 34 സങ്കീർത്തനം 5 വാക്യത്തിൽ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. സ്തോത്രം. അവങ്കിലേക്ക് നോക്കിയ ദൈവത്തിലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങൾ കടന്നു വരാം. അപ്പോൾ പ്രശ്നത്തിൽ നോക്കരുത്, ദൈവത്തിലേക്ക് നോക്കണം. സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തിൽ വളരെ ഡിസ്ട്രസ്സിലൂടെ അനുഭവത്തിലൂടെ ദാവീദ് കടന്നു പോവുകയാണ്. ആ ദാവീദ് ഹല്ലേലൂയ സ്തോത്രം പറയുകയാണ്, അവങ്കിലേക്ക് ദൈവത്തിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വരാം, പ്രതികൂലങ്ങൾ കടന്നു വരാം. അന്നേരം ആ പ്രശ്നത്തെ നോക്കി ഹല്ലേലൂയ എന്തായിത്തീരും, ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ, ഹല്ലേലൂയ എന്ത് ചെയ്യുമെന്നോർത്ത് ഭാരപ്പെടാതെ, കർത്താവ് ഇന്ന വിഷയം എൻ്റെ ജീവിതത്തിലുണ്ട്, ഹല്ലേലൂയ ഇത് ഞാൻ നിന്റെ കാര്യത്തിൽ തരുന്നു പറഞ്ഞ് ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഹല്ലേലൂയ വിടുതലിന് വേണ്ടി നാം നോക്കി പാർത്തിരിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ കാണത്തില്ല, മറിച്ച് അതിന്മേൽ പ്രവർത്തിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തെ നാം കാണുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. പ്രശ്നത്തിന്റെ വിഷയമോർത്ത് ഡിസ്ട്രസ് ആകുവാൻ നമുക്ക് കഴിയത്തില്ല, മറിച്ച് ദൈവത്തിന്റെ കൃപ പ്രാപിച്ച് സന്തോഷിക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അവിടെ ഹല്ലേലൂയ ദാവീദ് പറയാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അവരുടെ മുഖത്ത് എന്തുണ്ടായി? പ്രകാശമുണ്ടായി. പ്രതികൂലത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോഴും അവർ കർത്താവിന്റെ സാന്നിധ്യം ജോയ്ഫുള്ളായി തീർന്നു. അവരുടെ മുഖം വാടിയില്ല, അവരുടെ മുഖം പ്രകാശിക്കുവാൻ ഇടയായിത്തീരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ദൈവത്തിലേക്ക് നോക്കുവാൻ, ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്കറിയാം, നമ്മുടെയൊക്കെ തലമുടി പ്രായമാകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നരയ്ക്കും. ഹല്ലേലൂയ പെർമനന്റായി സ്തോത്രം നമുക്ക് കറപ്പിക്കുവാൻ കഴിയുകയില്ല, ടെമ്പററി കറപ്പിക്കുവാൻ കഴിയുമായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ സ്തോത്ര ദൈവമക്കളെ, നാം സ്ട്രെസ് ആയതുകൊണ്ടോ നാം പാനിക് ആയതുകൊണ്ടോ ഹല്ലേലൂയ സ്തോത്ര വിഷമിച്ച ഹല്ലേലൂയ എവിടെയും ഒതുങ്ങിക്കൂടി പോയതുകൊണ്ടോ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം വരുന്നില്ല, മറിച്ച് പരിഹാരം തരുവാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ, അത് ദൈവമാണ്. സ്തെഫാനോസിനെ എല്ലാവരും കല്ലെറിഞ്ഞോ, അവൻ സ്വർഗത്തിലേക്ക് നോക്കി അവന് മുഖം പ്രകാശിക്കുന്നത് കാണുവാൻ ഇടയായിത്തീർന്നു. മോശ ഹല്ലേലൂയ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പർവ്വതത്തിൽ ഇരുന്നു, അവൻ ഇറങ്ങി വന്നപ്പോൾ അവന്റെ മുഖം പ്രകാശമായെന്ന് കാണുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ, പ്രശ്നത്തിന്റെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ അതിനെ നോക്കാതെ അതിനെല്ലാം നീക്കുപോക്ക് തരുവാൻ കഴിയുന്ന നസറേനായ യേശുക്രിസ്തുവിനെ നോക്കി അവനോട് പ്രാർത്ഥിച്ച് അവന്റെ മുൻഭാഗ ഹൃദയങ്ങളെ പകർന്ന് മുന്നേറുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയം പ്രകാശിക്കുവാൻ ഇടയായിത്തീരും. അതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് ഒരുവനും ലജ്ജിച്ചു പോകുകയില്ല. അവനെ ദൈവം മാനിക്കുവാൻ ഇടയായിത്തീരും, ദൈവം അവനെ ഉയർത്തുവാൻ ഇടയായിത്തീരും. ദൈവം മുൻഭാഗെ കരയുന്ന ഒരു ദൈവ പൈതലിനെ മനുഷ്യന് മുമ്പിൽ കരയുവാൻ ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ലജ്ജിച്ചു പോകാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ മുഖത്തെ നമുക്ക് പ്രകാശമാക്കാം. അതിനായി ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ.